അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സൂറ ഹദീദ് പിന്നെ എല്ലാ ആയത്തുകളും ഒന്ന് അതിൻ്റെ വിഷയങ്ങൾ ചേർത്ത് പറയാൻ ഉള്ളൊരു ശ്രമമാണ്. ഒന്ന് മൊത്തത്തിൽ അതിൻ്റെ ചുരുക്കം പറയാനുള്ളൊരു ശ്രമമാണ്. നമ്മൾ പഠിച്ച പോലെ ഈ സൂറത്ത് ഇറങ്ങുന്നത് മദീനയിലാണ്. അപ്പോൾ മദീനയിൽ ഇത് ഇറങ്ങുന്ന സന്ദർഭം അറിയാമെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉഹദിൻ്റെയും ഹുദൈബിയ സന്ധിയുടെയും ഇടയിലാണ് ഇത് ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് ധാരാളം സമർപ്പണം ആവശ്യമുള്ളൊരു ഘട്ടമാണ്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ തന്നെ ധാരാളം സമർപ്പണം ആവശ്യമുള്ളൊരു ഘട്ടത്തിൽ ചില മുസ്ലിങ്ങളെങ്കിലും എന്ത് ചെയ്തു, വിശ്വാസികളിൽ തന്നെ ചിലരെന്ത് ചെയ്തു, കുറച്ച് പിന്നോട്ടടിച്ച സമയത്ത് അവരോടാണ് ഈ സൂറത്ത് യഥാർത്ഥത്തിൽ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപടവിശ്വാസികളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. വിശ്വാസികളായിരിക്കെ തന്നെ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് സമർപ്പിക്കാത്തവർ എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമ്മളുമായിട്ടൊക്കെ നേർക്ക് നേരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കുറേ വിഷയങ്ങളാണ്. അപ്പോൾ അതിൽ ഈ സൂറത്തിൽ നമുക്ക് അതിൻ്റെ വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഖുർആൻ്റെ ഭാഷയും ശൈലിയും ഈ സൂറത്തിൽ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. എല്ലാ സൂറത്തിലും അങ്ങനെ ഒരു പഠനം വളരെ പ്രസക്തമാണ്, ഖുർആൻ്റെ ഭാഷയും ശൈലിയും. അപ്പം അതിൽ ഒന്നാമത് ഖുർആൻ്റെ മൊത്തത്തിൽ എല്ലാ സൂറത്തിലും അള്ളാഹു ചെയ്യുന്നത് പോലെ തന്നെ അള്ളാഹു ജീവിതത്തിനെ പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും വെച്ചുകൊണ്ടാണ്. ഇത് ഖുർആനിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നൊരു ശൈലിയാണ്. എന്ന് വെച്ചാൽ നമ്മളെ ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു മഴയെക്കുറിച്ച് പറയും, രാത്രിയെക്കുറിച്ച് പറയും. അതും ഈ സൂറത്തിലും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിപ്പും നമ്മളെ ജീവിതത്തിൻ്റെ സൃഷ്ടിപ്പും എല്ലാം ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഒന്ന്. രണ്ട്, എല്ലാത്തിനെയും പ്ലാൻ ചെയ്തത് അള്ളാഹുവാണ്. എല്ലാം അള്ളാഹിൻ്റെ ഒരു ഖദർ അനുസരിച്ചിട്ടാണ് നീങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ അനക്കങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് വലിയ അളവിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ അതിൽ ഈ സൂറത്ത് നമ്മൾ നോക്കിയാൽ ഈ സൂറത്ത് തുടങ്ങുന്നത് തന്നെ പ്രപഞ്ചം മുഴുവൻ അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം സബ്ബഹ ലില്ലാഹി മാഫിസ് സമാവാതി വൽ അർള് എന്ന് വെച്ചാൽ നമ്മളോട് അള്ളാഹു തസ്ബീഹ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത്, നമ്മളോട് അള്ളാഹ് പറയുകയാണെന്ത്, നിങ്ങൾ തസ്ബീഹ് ചെയ്യണം. കാരണം എന്താണ്, പ്രപഞ്ചം മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പൂവും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഈ സൂറത്തിൽ പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഉപയോഗിച്ച ആയത്ത് എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ അറിവും നിയന്ത്രണത്തെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അള്ളാഹ്ക്കാണ് എല്ലാത്തിൻ്റെയും അറിവ്, അള്ളാഹിൻ്റെ നിയന്ത്രണം അനുസരിച്ചിട്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ, നിങ്ങളുടെ ജീവിതം മുഴുവൻ നടക്കുന്നത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു രാത്രിയെയും പകലിനെയും കുറിച്ച് 4-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്, യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു, അല്ല രാത്രിയും പകലുമല്ല, യൂലിജുൽ ലൈല ഫിന്നഹാരി വ യൂലിജുൻ നഹാറ ഫിൽ ലൈൽ. എന്ന് വെച്ചാൽ എന്താണ്, പകല് രാത്രിയിലേക്ക് പ്രവേശിക്കുന്നതും രാത്രി പകലിലേക്കും പ്രവേശിക്കുന്നതും ആരുടെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ട് വഹുവ അലീമും ബിദാത്തി സുദൂർ, അള്ളാഹുക്ക് എന്തറിയാം, നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിലുള്ളത് അറിയാമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്നത് രാത്രിയെയും പകലിനെയുമാണ്. അതേപോലെ തന്നെ ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു പോകുന്നതൊക്കെ അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. മൂന്നാമത് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഉപയോഗിക്കുന്നത് അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ കടുത്തു പോകും എന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അള്ളാഹിൻ്റെ ദിക്റില്ലെങ്കിൽ എന്താവും, നമ്മുടെ ഹൃദയം കടുത്തു പോകും. പക്ഷെ അങ്ങനെ കടുത്തു പോയാലും അള്ളാഹ് എന്ത് ചെയ്യും, അള്ളാഹ് പ്രതീക്ഷ നൽകുകയാണ്. അള്ളാഹു എന്ത് ചെയ്യും, ആ ഹൃദയങ്ങളെ തിരിച്ച് ജീവൻ നൽകുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ചെയ്യുന്നത് ഒരു വരണ്ട ഭൂമിയിൽ മഴ പെയ്യുന്നതിൻ്റെ ഉദാഹരണം പഠിപ്പിച്ചുകൊണ്ടാണ്. അത് 17-ാമത്തെ ആയത്തിൽ അഅലമു അന്നല്ലാഹ യുഹീൽ അർള ബഅദ മൗതിഹ എന്ന് പറയുന്നത് എന്തിനു ശേഷമാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തു പോകും, പക്ഷെ നിങ്ങൾ എന്താവേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, വരണ്ട ഭൂമിക്ക് ജീവൻ കൊടുക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിനും അള്ളാഹ് എന്ത് ചെയ്യും, ജീവൻ നൽകുമെന്ന് പഠിപ്പിക്കാൻ അള്ളാഹു എന്ത് ചെയ്യാണ്, അവിടെ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഉപയോഗിക്കുകയാണ്. നാലാമത് അള്ളാഹു പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഈ സൂറത്തിൽ ഉപയോഗിക്കുന്നത് പരലോകവുമായി താരതമ്യം ചെയ്യുമ്പം
ഈ ലോകം വളരെ തുച്ഛമാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മഴ പെയ്യുന്നതും ആ മഴ ഭൂമിയിൽ ചെടികൾ ഉണ്ടാക്കുന്നതും ആ ചെടി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സംഭവമായി തോന്നിയാലും കുറച്ച് കഴിയുമ്പോൾ ആ ചെടി എന്തായി പോകുന്നു, ഒന്നുമില്ലാതെ തുരുമ്പായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകം തുച്ഛമാണ്, ഈ ലോകം എന്തല്ല എല്ലാ കാലത്തും നിലനിൽക്കുന്നതല്ല, പരലോകമാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്നതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി. അതാണ് 20-ാമത്തെ ആയത്തിൽ കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഒരു മഴ, അതുമൂലം ചെടികൾ ഉണ്ടാകുന്നു, അത് കർഷകരെ എന്ത് ചെയ്യുന്നു, ആശ്ചര്യപ്പെടുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു, സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, അതെന്ത് ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പം അത് വാടിപ്പോകുന്നു, മഞ്ഞളിച്ചു പോകുന്നു എന്ന് പഠിപ്പിക്കാൻ. ഇതാണ് ഒന്നാമത്. അപ്പം എല്ലാ സൂറത്തിലും നിങ്ങൾ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ ഖുർആൻ്റെ ഒരു കോമൺ ശൈലിയാണ് എന്ത്, നമ്മുടെ ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് ഉപയോഗിക്കുന്നത് പ്രകൃതിയെയും പ്രപഞ്ചത്തെയാണ്. രണ്ടാമത്, ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ്റെ ഭാഷയും ശൈലിയിലും നമുക്ക് പഠിക്കുന്നത് ചോദ്യങ്ങളാണ്. ഇതും ഖുർആനിൽ നിരന്തരം നമ്മൾ കാണുന്ന അള്ളാഹിൻ്റെ ശൈലിയാണ്, ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. എന്തിനാ ചോദ്യം ചോദിക്കുന്നത്? ചോദ്യം ചോദിക്കുന്നത് നമ്മളിൽ ചിന്ത ഉണർത്താനും നമ്മളെ ഉള്ളിൽ തട്ടാനും നമ്മളിൽ നിന്ന് ഉത്തരം കിട്ടാനും വേണ്ടിയിട്ടാണ് അള്ളാഹ് ചോദ്യം ചോദിക്കുന്നത്. ഈ സൂറത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു വിശ്വസിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം 8-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നത് വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാ എന്നാണ്. നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല? അപ്പൊ ചോദ്യമാണ് അള്ളാഹു ഉപയോഗിക്കുന്നത്. വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് ശരിക്കും നിർത്തിയാൽ മതി. പക്ഷെ എന്താണ് അള്ളാഹ് ചെയ്യുന്നത്? അവിടെ നിർത്തുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് നമ്മൾ തന്നെ ആലോചിക്കാൻ വേണ്ടി അള്ളാഹു പറയാണ്. അതേപോലെ 10-ാമത്തെ ആയത്തിൽ പിന്നെ നിങ്ങൾ ചെലവഴിക്കണം, പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം വമാലക്കും അല്ലാ തുൻഫിഖു ഫി സബീലില്ലാ, നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തത് എന്ന് നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ചെലവാക്കാത്തതെന്ന് ചിന്ത വരാൻ വേണ്ടിയിട്ടാണ്. 11-ാമത്തെ ആയത്തിൽ അള്ളാഹ് ചെലവഴിക്കലിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം മന്ദല്ലദീ യുക്രിദുല്ലാഹ ഖർളൻ ഹസന എന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുള്ളത് എന്നതും എന്താണ് അള്ളാഹ് എന്താണ് ചോദ്യരൂപത്തിലാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ 16-ാമത്തെ ആയത്തിൽ ദിക്റിനെ കുറിച്ച് അള്ളാഹ് പഠിപ്പിക്കുന്നത് അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹിൻ്റെ ദിക്റ് കൊണ്ട് വിനയമുണ്ടാകാൻ ഇനിയും സമയമായില്ലയോ എന്ന് ചോദിക്കുക ചെയ്യുന്നത്. ശരിക്കും അള്ളാഹ് അവിടെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ദിക്റ് ചൊല്ലണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല അള്ളാഹ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഇതുവരെ ദിക്റ് ചൊല്ലാൻ സമയമായില്ലയോ എന്നാണ് ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പം ഖുർആൻ നമ്മൾ പഠിക്കുമ്പം ഖുർആന്റെ ശൈലി നമുക്ക് മനസ്സിലായാൽ, അള്ളാഹിൻ്റെ ഭാഷ നമുക്ക് മനസ്സിലായാൽ വളരെ പ്രധാനമാണ്. അപ്പം രണ്ടാമത്തെ ശൈലി ചോദ്യങ്ങളാണ്. മൂന്നാമത്, ഈ ഖുർആനിൻ്റെ ഈ സൂറത്തിൽ അള്ളാഹു ഉപയോഗിച്ചൊരു ശൈലി വിഷ്വലൈസേഷനാണ്. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രീകരിച്ച് കാണിച്ചു തരാം. ഇതും ഖുർആനിൽ ഉടനീളം നമ്മൾ കാണുന്ന ശൈലിയാണ്. ഇത് ഈ സൂറത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ പരലോകത്തിലെ രംഗം അള്ളാഹു കാണിക്കുകയാണ്. പരലോകത്തിലെ രംഗത്തിൽ യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ പരലോകത്ത് വിശ്വാസികളെ നിങ്ങൾ കാണുമ്പം ആ വിശ്വാസികളുടെ ഇടയിൽ എന്തുണ്ടാവും? വെളിച്ചം ഇങ്ങനെ പരക്കുന്നത് കാണാം എന്ന് നമ്മളെ ചിത്രീകരിച്ച് അള്ളാഹു കാണിച്ചു തരാണ്. അതേപോലെ തന്നെ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു ഇവിടെ പറയുന്നത് ജന്നാത്തും തജ്രീമിൻ തഹ്തിഹൽ അൻഹാർ എന്നാണ്, ചിത്രീകരണമാണ്. സ്വർഗം എന്നല്ല പറയുന്നത്. എന്താ പറയുന്നത്? ഒരു തോട്ടം, ആ തോട്ടത്തിൽ അരുവികൾ ഒഴുകുന്നു. നമുക്ക് മനസ്സുകൊണ്ട് ചിത്രീകരിച്ച് കാണാൻ കഴിയുന്ന രീതിയിൽ അള്ളാഹ് പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ പരലോകത്തിൽ നമ്മൾ നഷ്ടപ്പെട്ടവരാകുന്ന ആ രംഗം അള്ളാഹു ചിത്രീകരിച്ച് കാണിക്കുകയാണ്. മുനാഫിക്ക് യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ലില്ലദീന ആമനു, എന്ത് ചെയ്യുന്നു? കപട വിശ്വാസികളോട് ചോദിക്കുന്ന രംഗം. എന്താണ് അവർ ചോദിക്കുന്നത്? നിങ്ങളടുത്ത് നിന്ന് കുറച്ച് വെളിച്ചം, അള്ളാഹിൻ്റെ സാമീപ്യം നമുക്ക് തരുമോ എന്ന് ചോദിക്കുകയും അവർ മറുപടി പറയുന്നതും രംഗം എന്ത് ചെയ്യുന്നു? ഈ സൂറത്ത് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഖുർആന്റെ ഭാഷാ ശൈലി എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ മൂന്നാമത് ഈ സൂറത്തിൽ ഉപയോഗിച്ചൊരു ശൈലി ചിത്രീകരണമാണ്. എന്ന് വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ. നാലാമത്, ഖുർആന്റെ ഭാഷയിലും ശൈലിയിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വിഷയം മാത്രം ഖുർആൻ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പം ഏതെങ്കിലും ഒരു വിഷയമാണ് നമ്മൾ സംസാരിച്ചു പോകുക. നിങ്ങൾ ഏത് ഖുർആന്റെ സൂറത്ത് എടുത്തു നോക്കിയാലും
നമ്മളെ ജീവിതത്തെ തൊടുന്ന എല്ലാ വിഷയങ്ങളും അള്ളാഹു ചേർത്ത് പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഈ സൂറത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചത്തെക്കുറിച്ച് അള്ളാഹ് പറയുന്നുണ്ട്, അതേസമയം തന്നെ എന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്? മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. രണ്ടാമത് അള്ളാഹു അറിവിനെ കുറിച്ചും യുക്തിനെ കുറിച്ചും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ യുക്തിപൂർവ്വം ചിന്തിക്കണം എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ അള്ളാഹ് എന്ത് പറയുന്നുണ്ട്? വളരെ വൈകാരികമായിട്ടുള്ള കാര്യവും പറയുന്നുണ്ട്. എന്താണ്? അള്ളാഹിന്റെ സാമീപ്യം, അള്ളാഹിന്റെ വെളിച്ചം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹൃദയം, ദിക്ർ, ഇങ്ങനത്തെ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അറിവും യുക്തിയും മാത്രമല്ല, അതിന്റെ ഒന്നിച്ച് തന്നെ എന്ത് പറയുന്നുണ്ട്? ആത്മീയതയും വൈകാരികതയും അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇഹലോകത്തെ കുറിച്ച് പറയുന്നുണ്ട് ഈ സൂറത്തിൽ. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പരലോകത്തിനെ കുറിച്ചും ഈ സൂറത്ത് കൃത്യമായി പറയുന്നുണ്ട്. രണ്ടും മിക്സ് ചെയ്തിട്ടാണ് അള്ളാഹു ഈ സൂറത്തിൽ പറയുന്നത്. ഈമാനിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം പറഞ്ഞൊരു തത്വം ഇങ്ങനെ അവതരിപ്പിക്കുകയല്ല അള്ളാഹ് ചെയ്യുന്നത്. എന്തും കൂടി പറയുന്നുണ്ട്, പ്രവർത്തനത്തെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. അപ്പം മനസ്സിന്റെ കാര്യം മാത്രമല്ല, പ്രവർത്തനത്തെ കുറിച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൂറത്ത് ഒരുമിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മതത്തിന്റെ നിയമം പറയുന്നുണ്ട്. എന്താണ്? നിങ്ങൾ നിർബന്ധമായും ഇത് ചെയ്യണം, ദിക്ർ ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ മനുഷ്യ നന്മയെക്കുറിച്ചും പറയുന്നുണ്ട്. നിങ്ങൾ നീതി പാലിക്കണം, നിങ്ങൾ മനുഷ്യർക്ക് ചെലവഴിക്കണം, പാവപ്പെട്ടവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ സഹായിക്കണം എന്നൊക്കെ രണ്ടും ചേർത്ത് അള്ളാഹു പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ സൂറത്തിൽ നിങ്ങൾ നോക്കിയാൽ ചരിത്രം പറയുന്നുണ്ട്. ചരിത്രം എന്താ പറയുന്നത്? പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്, ആ സമയത്ത് നടക്കുന്ന കാര്യം പറയുന്നുണ്ട്, ഭാവിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭാവി എന്താണ്? പരലോകത്തെ കുറിച്ചാണ്. ഒരു സൂറത്താണ്. ആ സൂറത്തിൽ നിങ്ങൾ ആലോചിക്കുക, 10-29 ആയത്ത് മാത്രമേ ഉള്ളൂ. ആ ആയത്തിൻ്റെ ഇടക്ക് നമ്മളെ ജീവിതത്തിൽ ടച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സുന്ദരമായി ഒരേറ്റക്കുറിച്ചിലും വൈരുദ്ധ്യവും ഇല്ലാതെ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ പിന്നെ ഈ സൂറത്തിൽ നിങ്ങൾ നോക്കിയാൽ നിയമം കർക്കശമായി പാലിക്കണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ അള്ളാഹിന്റെ കാരുണ്യത്തെക്കുറിച്ചും റഹ്മത്തിനെ കുറിച്ചൊക്കെ അള്ളാഹു ഇതിൽ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ വിഷയം. ഈ സൂറത്തിനെ നമ്മൾ നോക്കുമ്പം ഖുർആന്റെ ഭാഷയും ശൈലിയും സുന്ദരമായി നമുക്ക് പഠിക്കാൻ കഴിയുന്നു. രണ്ടാമത്, ഈ സൂറത്തിലെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അള്ളാഹു ജീവിതത്തിന്റെ സ്വഭാവമാണ് പഠിപ്പിക്കുന്നത്. എന്താണ് നമ്മുടെ ജീവിതം, എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്, ഈ പ്രപഞ്ചം എന്താണ് ആകാൻ പോകുന്നത്, അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. എന്നിട്ട് അത് വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടുന്ന സ്വഭാവങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. അത് നമ്മൾ നോക്കിയാൽ ഒന്നാമത് ഈ സൂറത്ത് ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അള്ളാഹിനെ കുറിച്ചുള്ള അറിവാണ്. ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ് ഈ സൂറ ഹദീദ് എടുക്കുമ്പം കുറേ സംസാരിച്ചിട്ട് പഠിച്ച വിഷയമാണ്. അള്ളാഹു ആദ്യം ഒരു മനുഷ്യന് കൊടുക്കുന്ന, മുസ്ലിമിന് കൊടുക്കുന്ന അറിവ്, അല്ലെങ്കിൽ അവൻ ഉണ്ടാകണമെന്ന് അള്ളാഹ് നിർബന്ധപൂർവ്വം പറയുന്ന അറിവ് അള്ളാഹിനെ കുറിച്ച് തന്നെയുള്ള അറിവാണ്. ഈ സൂറത്തിൽ അള്ളാഹിന്റെ 20ഓളം സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 20ഓളം സിഫത്തുകൾ, 20ഓളം സവിശേഷതകൾ ഈ സൂറത്തിൽ. 29 ആയത്തുകളിൽ 20ഓളം അള്ളാഹിന്റെ സിഫത്തുകൾ ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതില് പിന്നെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ അള്ളാഹിന്റെ സിഫത്തുകൾ ഈ സൂറത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാറ്റഗറി അള്ളാഹിന്റെ വലുപ്പവും നിയന്ത്രണവും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ മൊത്തം പ്രപഞ്ചത്തിലും നമ്മുടെ ജീവിതത്തിലും അള്ളാഹിൻ്റെതാണ് നിയന്ത്രണം. പടച്ചവൻ സൃഷ്ടിപ്പിനേക്കാൾ വലുപ്പം ഉണ്ട്, മഹത്വമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന കുറേ നാമങ്ങളാണ്. അതിലൊന്നാണ് എന്ത്? അള്ളാഹു അവനാണ് അവ്വൽ, അവനാണ് ആഹിർ, അവനാണ് ലാഹിർ, അവനാണ് ബാത്തിൻ എന്നീ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? അള്ളാഹ്ക്ക് മാത്രമേ അസ്തിത്വമുള്ളൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ആദ്യവും അന്ത്യവും പ്രത്യക്ഷവും പരോക്ഷമൊക്കെ ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്, ഈ സൂറത്ത് അള്ളാഹിന്റെ നിയന്ത്രണം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹിന്റെ സിഫത്ത് ഉപയോഗിക്കുന്നത് ഖാലിഖാണ്, അവനാണ് എന്ത് ചെയ്യുന്നത്? സൃഷ്ടിച്ചത് എന്ന് പഠിപ്പിക്കുന്നു. മൂന്നാമത് ഖദീർ എന്ന അൽ ഖദീർ എന്നുള്ള അള്ളാഹിന്റെ നാമം. എന്താണ്? എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു ആണ്. നാലാമത് അൽ മാലിക്, അള്ളാഹു ആണ് ഉടമസ്ഥൻ എന്നീ സൂറത്ത് പഠിപ്പിക്കുന്നു. അഞ്ചാമത്, എല്ലാം തിരിച്ചു പോകുന്നത് അവനിലേക്കാണ്, വ ഇലല്ലാഹി തുർജഉൽ ഉമൂർ എന്ന് പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ അള്ളാഹിന്റെ പിന്നെ പഠിപ്പിക്കുന്ന ഒരു നാമം അൽ വാരിസ് എന്നുള്ള നാമമാണ്. അൽ വാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിൻ്റെയും അനന്തരാവകാശം എടുക്കുന്നത് അള്ളാഹുവാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിൽ മനുഷ്യ ജീവിതം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ അനന്തരാവകാശം എടുക്കുന്ന അള്ളാഹാണ്. അപ്പൊ അവിടെ കാണിക്കുന്നത് എന്താണ്? അള്ളാഹിന്റെ വലുപ്പമാണ്.
പിന്നെ അള്ളാന്റെ നാമം ഈ സൂറത്ത് പഠിപ്പിക്കുന്നത് അൽ ഗനിയ് എന്ന പദമാണ്, എന്ന ക്യാരക്ടറാണ്. എന്നാണ് അൽ ഗനി എന്ന് പറഞ്ഞാല് ഒരാവശ്യവും ഇല്ലാത്തവൻ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. അതേപോലെ അൽ ഹമീദ് എന്ന് പഠിപ്പിക്കുന്നു. അൽ ഹമീദ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്തുതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സൃഷ്ടാവല്ല, നമ്മൾ സ്തുതിച്ചാലും ഇല്ലെങ്കിലും സ്തുതി നിരന്തരമായി ലഭിക്കുന്ന ഒരു സൃഷ്ടാവ്. അതേപോലെ തന്നെ ഈ സൂറത്ത് പിന്നെ പഠിപ്പിക്കുന്ന ഒരു നാമം അൽ ഖവി എന്നാണ്. അൽ ഖവി എന്ന് പറഞ്ഞാല് ശക്തിയുള്ളവൻ. അപ്പം അള്ളാന്റെ നാമങ്ങൾ ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറി പടച്ചവന്റെ നിയന്ത്രണവും അവന്റെ വലുപ്പവുമാണ്. രണ്ടാമതൊരു കാറ്റഗറി അള്ളാന്റെ നാമങ്ങൾ ഈ സൂറത്ത് പഠിപ്പിക്കുന്നത് അള്ളാന്റെ അറിവും യുക്തിയും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലാണ് അൽ അലീം എന്ന് ഈ സൂറത്ത് പഠിപ്പിക്കുന്നു. അൽ അലീം എന്ന് പറഞ്ഞാല് എല്ലാം അറിയുന്നവൻ. അതേപോലെ തന്നെ അൽ ഹബീർ, അൽ അലീം എന്ന് പഠിപ്പിച്ചതോടൊപ്പം അൽ ഹബീർ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി അറിയുന്നവൻ. എന്നിട്ട് പിന്നെ പഠിപ്പിക്കുന്നത് അൽ ബസീർ. അൽ ബസീർ എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച ഉള്ളവൻ എന്ന് വെച്ചാൽ സൂക്ഷ്മതയേക്കാൾ അങ്ങനെയാണ്, ഒരു കാര്യത്തിന്റെ നിയത്ത് പോലും അറിയുന്നവൻ, ഉൾക്കാഴ്ച ഉള്ളവൻ. അതേപോലെ തന്നെ അൽ ഹക്കീം എന്ന നാമവും ഇതിനോട് ചേർത്ത് വെക്കുന്നു. അറിവുണ്ട് എന്ന് മാത്രമല്ല, അതിനോടൊന്നിച്ച് യുക്തിയും വിവേകവും അള്ളാഹ്ക്കുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത് അള്ളാഹു ഈ സൂറത്തിൽ പഠിപ്പിക്കുന്ന കാറ്റഗറി നമ്മളുമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രയും ചെറിയ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയങ്ങളും വിഷയങ്ങളും എത്രത്തോളം എന്താണ് കണക്റ്റഡ് ആയിട്ടാണ് അള്ളാഹു ഇത് പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അള്ളാന്റെ വലിപ്പം പറഞ്ഞതിന് ശേഷം, അള്ളാന്റെ അറിവ് പറഞ്ഞതിന് ശേഷം സൂറത്ത് അവിടെ അല്ല നിൽക്കുന്നത്, നമ്മളുമായിട്ടുള്ള ബന്ധം കൂടി പഠിപ്പിക്കുന്നു. അതിലൊന്നാമത് അള്ളാഹു പഠിപ്പിക്കുന്നത് വഹുവ മഅക്കും ഐനമാ കുൻതും എന്നാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് സ്നേഹത്തിന്റെ സാമീപ്യത്തിന്റെ ഒരു സവിശേഷത പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ റഊഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? റഅഫത്ത് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചാണ്. എന്താണത്? വളരെ മൃദുമായി, വളരെ സോഫ്റ്റ് ആയിട്ട് സൃഷ്ടികളെ കൈകാര്യം ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും ആർദ്രതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവൻ. അതേപോലെ തന്നെ റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യമുള്ളവൻ. അൽ ഗഫൂർ എല്ലാം പുറത്തു തരുന്നവൻ. അതേപോലെ തന്നെ റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മെ പരിപാലിക്കുന്ന ശക്തി. അതേപോലെ തന്നെ വല്ലാഹു ദുൽ ഫളിൽ അലീം, എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമയായ സൃഷ്ടാവ്. എന്ന് വെച്ചാൽ ഈ സൂറത്ത് മുസ്ലിമായ ഒരാൾക്ക് കൂടുതൽ സമർപ്പിക്കാൻ വേണ്ടി പ്രചോദനം കൊടുക്കുന്നതിൻ്റെ ആദ്യത്തെ അറിവ് എന്ന് പറയുന്നത് സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവാണ്. എന്ന് പറഞ്ഞാൽ പടച്ചവൻ പറയുന്നത് നമ്മൾ കുറേ തിസീസും കുറേ എസ്സേയും വലിയ വലിയ ബുക്കുകളും ഒന്നും പഠിക്കണില്ല. പടച്ചവൻ ആരാണ് എന്നത് കൃത്യമായാൽ തന്നെ നമ്മുടെ സമർപ്പണം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അത് വരും. അതിൻ്റെ ഒരു 20ഓളം കാറ്റഗറിയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. രണ്ടാമത് ഈ സൂറത്ത് പഠിപ്പിക്കുന്നത് ജീവിതത്തെക്കുറിച്ചുള്ള അറിവിൽ രണ്ടാമത് പഠിപ്പിക്കുന്നത് എല്ലാം അവന്റെ നിയന്ത്രണത്തിലായിരിക്കെ അവനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുക എന്ന പോയിന്റാണ്. എന്ന് വെച്ചാൽ അള്ളാന്റെ നാമം ആദ്യം പഠിപ്പിച്ചതിന് ശേഷം അള്ള പറയുന്നത് ഇതെല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ യുക്തിപൂർണമായ നിലപാട് എന്തായിരിക്കണം? അവനിൽ വിശ്വസിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എല്ലാ സംഭവങ്ങളും അവന്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് 22ഉം 23ാമത്തെ ആയത്തിൽ അള്ളാഹ് പഠിപ്പിക്കുന്നത് എന്താണ്? മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഏത് മുസീബത്തും ഏത് വലിയ പരീക്ഷണവും അത് നടക്കുന്നത് അള്ളാന്റെ ആസൂത്രണം കൊണ്ടാണ് എന്ന് എന്ത് ചെയ്യുന്നു? ജീവിതത്തിൽ നമ്മൾ നിലപാടെടുക്കുമ്പം നമുക്ക് സമർപ്പിക്കാൻ വേണ്ടി മടിച്ചു നിൽക്കുമ്പോൾ പൈസ പോകുമോ അല്ലെങ്കിൽ ജീവൻ പോകുമോ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അള്ളാഹ് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു പരീക്ഷണവും ഏതൊരു പ്രതിസന്ധിയും ആ പ്രതിസന്ധി നടക്കുന്നതിന് മുമ്പേ ആരുടെ ആസൂത്രണത്തിലുണ്ട്? അള്ളാന്റെ ആസൂത്രണത്തിലുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ നാലാമതൊരു പോയിന്റ്, ഈ ലോകമല്ല പരലോകമാണ് വലുത് എന്ന് ഈ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കാനാണ് 20ാമത്തെ ആയത്തില് അഅ്ലമു അന്നമൽ ഹയാത്തു ദുനിയ ലഇബും വലഹുവും വസീനത്തും. നമ്മൾ ഓർമ്മ ഉണ്ടാവുക ആയത്ത്. എന്താണ് ആയത്തിൽ പറയുന്നത്? ഈ ജീവിതം എന്ന് പറയുന്നത് ലൈബാണ്, എന്താണ്? കളിയാണ്, ലഹുവാണ്. ലഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്രദ്ധമാക്കുന്ന കാര്യമാണ്. സീനത്താണ്, അലങ്കാരമാണ്.
വതഫാഖുറും ബൈനക്കും, മനുഷ്യർ തമ്മിൽ പെരുമ നടിക്കലാണ്. വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, മനുഷ്യർ തമ്മിൽ സമ്പത്തിൻ്റെയും മക്കളുടെയും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കാണ് കൂടുതൽ, നിനക്കാണ് കൂടുതൽ എന്ന് പറയൽ മാത്രമാണ്. എന്നിട്ട് അള്ളാഹു അതിനെ പറയാണെന്ത്, ഒരു മഴ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഒരു മഴ പെയ്തിട്ട് ഒരു ചെടി വളർന്ന് അത് ഉണങ്ങിപ്പോകുന്നത് പോലെയാണ് ഈ ജീവിതം എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് പറയുന്നത് എന്താണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ പണിയെടുക്കേണ്ടത് വഫിൽ ആഖിറത്തി അദാബുൻ ഷദീദും വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹ് ഇവിടെ പറയുന്നത്. ഈ ജീവിതത്തിൽ നമ്മൾ എല്ലാ പണിയെടുക്കുമ്പോഴും ഈ 3 കാര്യങ്ങളാണ് ലക്ഷ്യമുണ്ടാവേണ്ടത്. അതിലൊന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അദാബ് ഒഴിവാക്കുക എന്നുള്ളതാണ്, അള്ളാഹിന്റെ ശിക്ഷ ഒഴിവാക്കുക. രണ്ടാമത് പടച്ചവന്റെ മഗ്ഫിറത്ത് കിട്ടുക, പാപമോചനം കിട്ടുക. മൂന്നാമത് എന്താണ്, പടച്ചവന്റെ റിദ്വാൻ, അള്ളാഹിന്റെ തൃപ്തി ഉണ്ടാകുക എന്നുള്ളത്. ഇതാണ് 4ാമത് പഠിപ്പിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള പാഠം. 5ാമത് അള്ളാഹു ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നത് ധാരാളം പലതരത്തിലുള്ള പ്രയോഗങ്ങൾ വെച്ചുകൊണ്ട് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നത് വിഭവങ്ങളുടെ കാര്യത്തിൽ പരലോകമാണ് ഇഹലോകത്തേക്കാൾ മെച്ചം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് ഉപയോഗിക്കുന്ന കുറേ പദങ്ങളുണ്ട്. ഞാൻ ഇങ്ങോട്ട് പറയുന്നത്, നമ്മൾ ഖുർആൻ പഠിക്കുമ്പം ഖുർആന്റെ വാക്കുകളിലാണ് അതിൻ്റെ ആശയവും പാഠവും ഉള്ളത്. വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മൊത്തം സൂറത്ത് പഠിച്ചാലും നമ്മൾ വിചാരിക്കും ഇത് കഴിഞ്ഞ സൂറത്ത് പോലെ തന്നെ അല്ലേ പറയുന്നത് എന്ന് വിചാരിക്കും. വാക്കുകളിലാണ്. ഈ വാക്കുകളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹ് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇത് ഉപയോഗിക്കാൻ ഈ ഓരോ വാക്കും ഉപയോഗിക്കുന്നത് പരലോകത്തിലെ വിഭവമാണ് ഇഹലോകത്തിലെ വിഭവത്തേക്കാൾ മെച്ചം, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് പണിയെടുക്കേണ്ടത് എന്ന് പറയാൻ വേണ്ടി അള്ളാഹു ആദ്യം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഫയുളായിഫഹു ലഹു എന്നാണ്. എന്ത് ചെയ്യും? അള്ളാഹു എല്ലാം ഇരട്ടിപ്പിക്കും എന്നാണ് അള്ളാഹ് പറയുന്നത്. എല്ലാം എന്ത് ചെയ്യും? ഇരട്ടിപ്പിക്കും. ഇഹലോകത്തില്ലാത്ത ഒരു എഫക്റ്റാണ്. നമ്മൾ പരലോകത്തിന് വേണ്ടി ഒരു ത്യാഗം ചെയ്യുമ്പം അള്ളാഹ് അത് ഇരട്ടിപ്പിക്കും എന്നുള്ളത് ഖുർആൻ നിരന്തരം പറയുന്ന ഒരു പ്രയോഗമാണ്. രണ്ടാമത് അള്ളാഹു ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം അജ്റുൻ കബീർ എന്നാണ്. അജ്റുൻ കബീർ. അജ്റു എന്ന് പറയുന്നത് പരലോകത്തിലെ പ്രതിഫലമാണ്. പക്ഷെ അജ്റു എന്നല്ല അള്ളാഹ് ഉപയോഗിക്കുന്നത്. അജ്റുൻ കബീർ എന്താണ്? വലിയ പ്രതിഫലമാണ്. ഇഹലോകത്തെ കമ്പയർ ചെയ്യുമ്പോൾ വലിയ പ്രതിഫലമാണ്. മൂന്നാമത് അള്ളാഹു ഉപയോഗിക്കുന്നത് ഫൗസുൻ അലീം എന്നാണ് ഉപയോഗിക്കുന്നത്. ഫൗസുൻ അലീം, വിജയം എന്നല്ല ഉപയോഗിക്കുന്നത്, മഹത്തായ വിജയം എന്നാണ്. എന്ന് വെച്ചാൽ നമുക്ക് വിജയങ്ങളെ കുറിച്ച് പല കാഴ്ചപ്പാടുകളും ഉണ്ടാവും. പക്ഷെ പരലോകത്തിലെ വിജയമാണ് ഏറ്റവും മഹത്തായ വിജയം എന്ന് നമ്മളെ ഊന്നി അള്ളാഹു എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. നാലാമത് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം അജ്റുൻ കരീം എന്നാണ്. നേരത്തെ ഉപയോഗിച്ചത് എന്താണ്? അജ്റുൻ കബീർ എന്നാണ്. വലുപ്പത്തെ കുറിക്കുകയാണെങ്കിൽ അജ്റുൻ കരീം എന്ന് പറഞ്ഞാൽ ആദരണീയമായിട്ടുള്ള പ്രതിഫലം. ആദരണീയമായിട്ടുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആ പ്രതിഫലം നമുക്ക് കിട്ടിയാൽ അതുകൊണ്ട് തന്നെ നമുക്കൊരു ആദരണീയത ഉണ്ടാവും. നമുക്ക് തന്നെ എന്ത് ചെയ്യും? ആ പ്രതിഫലത്തെ കുറിച്ച് നമ്മുടെ തന്നെ ഉള്ളിൽ നിറയുന്നത്ര ആദരണീയതയുള്ള കരീം എന്നുള്ള പ്രയോഗം. അതേപോലെ തന്നെ ഈ ലോകത്തെ വിഭവങ്ങളെ കുറിച്ച് അള്ളാഹു ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ എന്നാണ്. ഈ ലോകത്ത് നിങ്ങൾക്ക് വിഭവങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ വിഭവം എന്താണ്? മതാ ആണ്. മതാ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ഒരാളുടെ കൈവശമുള്ളതാണ് മതാ എന്ന് മാത്രമല്ല അത് ഉറൂറും കൂടിയാണ്. ഉറൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറൂർ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുന്നതാണ്. നമുക്കത് കണ്ടാൽ തോന്നും ഇത് ഭയങ്കര സംഭവമാണെന്നുള്ളൂ, പക്ഷെ യഥാർത്ഥത്തിൽ അതിനെന്തില്ല, അതിൻ്റെ വാല്യൂ ഇല്ല എന്ന് അള്ളാഹു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതേപോലെ ഈ സൂറത്തിൽ വിഭവങ്ങളുടെ ഈ താരതമ്യം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം വജന്നത്തിൻ, സ്വർഗം, അർളുഹാ കഅർളി സമാഇ വൽ അർള്, സ്വർഗം എന്ന് പറയുന്നത് ആകാശ ഭൂമിയേക്കാൾ വിശാലമായതാണ് എന്ന് പഠിപ്പിക്കുന്നതും എന്ത് പഠിപ്പിക്കാനാണ്? വിഭവങ്ങളുടെ കാര്യത്തിൽ പരലോകമാണ് മെച്ചം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനത്തെ അറിവ് നൽകുന്ന ആർക്കാണ്? നമുക്ക് കോണ്ടെക്സ്റ്റ് മറന്നു പോരുത്. ആരോടാണ് ഇത് പറയുന്നത്? ആരോടാണ് ഈ പറയുന്നത്? കൂടുതൽ സമർപ്പിക്കാതെ മാറി നിൽക്കുന്നവരെ കുറിച്ച് സമർപ്പിക്കാൻ വേണ്ടി അള്ളാഹ് കൊടുക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകളാണ് ഇത്. ആറാമത്തെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഈ സൂറത്ത് നൽകുന്ന ഒരു പാഠം പ്രവർത്തിക്കാനുള്ള സമയം മരണം വരെയാണ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ഖുർആനിലുടനീളം കാണുന്ന ഒരു മെസ്സേജാണ്. അത് ഉപയോഗിക്കുന്ന ഒരു ആയത്ത് 15-ാമത്തെ ആയത്തിൽ ഫൽ യൗമ ലാ യുഖദു മിൻകും ഫിദിയ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നത്തെ ദിവസം അവരുടെ നിന്ന് ഒരു പ്രായശ്ചിത്യവും നാം എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതുവരെയുള്ള ജീവിതത്തിലാണ് എന്തുള്ളത്?
അതിനുള്ളൊരു സന്ദർഭം എന്ന് പറഞ്ഞാല് മരണത്തോടു കൂടി നമ്മുടെ ഒരു സമയം കഴിയും, നമ്മുടെ തിരിച്ചു വരാനുള്ള സമയം കഴിയും എന്ന് പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ മഹ്ശറയിലെ ഒരു രംഗം ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. മുനാഫിക്കുകൾ വിശ്വാസികളോട് ചോദിക്കുന്നു, എന്ത്, അള്ളാന്റെ വെളിച്ചം നമുക്ക് കുറച്ച് തരുമോ എന്ന് ചോദിക്കുമ്പം അവരുടെ മറുപടി എന്താണ്? ഖീലർജിഉ വറാഅക്കും ഫൽതമിസു നൂറ എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പിന്നിലുള്ള ജീവിതത്തിലേക്ക് പോവുക, നിങ്ങളുടെ ഈ ലോകത്തിലെ ജീവിതത്തിൽ പോയിട്ട് അവിടെ നിങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വെളിച്ചം കിട്ടുമോ എന്ന് അന്വേഷിക്കുക എന്ന് പഠിപ്പിക്കുന്നതും എന്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കാനുള്ള സമയം എപ്പോഴാണ്? ഇപ്പോഴാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഏഴാമത് ജീവിതത്തെക്കുറിച്ച് ഈ സൂറത്ത് പഠിപ്പിക്കുന്ന ഒരു പോയിന്റ്, ഹിദായത്തിന് വേണ്ടി അള്ളാഹു നിരന്തരം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്നാണ്. ഇത് പഠിപ്പിക്കുന്നതും വളരെ കൃത്യമാണ്. എന്താണ്? നമ്മളെ മനുഷ്യനെ അങ്ങനെ കണ്ണും പൊട്ടനായിട്ട് വിട്ടിരിക്കുകയല്ല പടച്ചവൻ, ഓരോ സമയത്തും അവനെ നേർവഴിക്ക് നയിക്കാൻ നിരന്തരം ചരിത്രത്തിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് 9-ാമത്തെ ആയത്തില് ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാത്തിൻ ബയ്യിനാത്ത് ലിതുഖ്രിജക്കും മിനൽ ളുലുമാത്തി ഇലന്നൂർ. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കാൻ എന്നുള്ളത് അള്ളാഹ് പഠിപ്പിക്കുന്നു. എട്ടാമത് ഈ സൂറത്ത് ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പാഠം, നമ്മളെ റോൾ എന്ന് പറയുന്നത് ഖലീഫയാണ് എന്നുള്ളതാണ്. നമ്മളെ റോള് ഖലീഫയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു ദൗത്യമുണ്ട്, അള്ളാഹനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇവിടെ ചെയ്യേണ്ടവരാണ് നമ്മൾ. ഇത് പഠിപ്പിക്കുന്ന ആയത്ത് 17-ാമത്തെ ആയത്തില് ആമിനു ബില്ലാഹി വ റസൂലിഹി വ അൻഫിഖു മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ചെലവഴിക്കുക. ഏതിൽ നിന്നാണ് ചെലവഴിക്കേണ്ടത്? നിങ്ങളെ താൽക്കാലികമായിട്ട് പ്രതിനിധിയാക്കി അള്ളാഹ് ഏൽപ്പിച്ചതിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ചെലവഴിക്കേണ്ടത്. 9-ാമത് ഈ സൂറത്ത് പഠിപ്പിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള പാഠം, വിശ്വാസികൾ നിരന്തരം അള്ളാഹുവിനോട് പ്രതിജ്ഞ കൊടുക്കുന്നവരാണ്. മീസാഖ് എന്ന പ്രയോഗം പഠിപ്പിക്കുന്നു. എന്താണ് മീസാഖ് എന്ന് പറഞ്ഞാല്? വഖദ് അഖദ മീസാഖക്കും എന്നാണ്. നമ്മൾ നിരന്തരം നമസ്കാരത്തിലൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന അത്തഹിയാത്തിൽ പറയുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. നിരന്തരം നമ്മൾ അള്ളാഹിനോട് എന്ത് ചെയ്യാണ്? ഒരു പ്രതിജ്ഞ നൽകിയവരാണ് എന്നത് എന്ത് ചെയ്യുന്നു? ഈ സൂറത്ത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ തന്നെ 10-ാമത് അള്ളാഹു ഈ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരിത് ഇസ്ലാമിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇസ്ലാമിന് ഈ ജീവിതത്തിൽ, ഈ ഭൂമിയിൽ എന്ത് ലക്ഷ്യമാണുള്ളത് എന്നത് ഈ സൂറത്തിൻ്റെ ഒരു പ്രധാന പോയിന്റാണ്. അതിലൊന്നാമത് നമ്മൾ അള്ളാഹു പഠിപ്പിക്കുന്നത് 9-ാമത്തെ ആയത്തിൽ ലിയുഖ്രിജക്കും മിനൽ ളുലുമാത്തി ഇലന്നൂർ. എന്താണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഒന്നാമത് പറയുന്ന ലക്ഷ്യം. രണ്ടാമത് 25-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നത് എന്താണ്? നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് സാമൂഹ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ സാമൂഹ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹു പറയുന്നത് ആരാണ് നിങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ അവനെ കാണാതെ തന്നെ സഹായിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് എന്നറിയലാണ് എന്ത് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 3 ലക്ഷ്യമാണ് അള്ളാഹ് പറയുന്നത്. ഒന്നാമത് മനുഷ്യരെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളുടെയും എല്ലാ ആരാധനാ പദ്ധതികളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കലാണ്. രണ്ടാമത് എല്ലാ മനുഷ്യർക്കും നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ എല്ലാ ലക്ഷ്യത്തിൻ്റെയും, ക്രിമിനൽ നിയമമടക്കം എല്ലാ നിയമങ്ങളുടെയും ലക്ഷ്യം ജീവിതത്തിൽ നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ആസൂത്രണം ചെയ്യുന്ന എല്ലാ സംഭവങ്ങളുടെയും ലക്ഷ്യം എന്താണ്? നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള. ആരാണ് അള്ളാഹിന്റെ മാർഗത്തിൽ നിൽക്കുന്നത്, ആരാണ് അവന് വിരുദ്ധമായി നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിലും ഭൂമിയിലുമുള്ള എല്ലാ സംഭവങ്ങളും അള്ളാഹു ആസൂത്രണം ചെയ്തത് എന്ന് പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ലക്ഷ്യം. 11-ാമത് അള്ളാഹു ഇവിടെ ഈ ജീവിതത്തെക്കുറിച്ച് ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നത് ഇസ്ലാം ഒരു സന്തുലിത മതമാണ് എന്നുള്ളതാണ്. ഇസ്ലാം ഒരു സന്തുലിത മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീമിലേക്ക് പോകുന്ന മതമല്ല, ഏതോ ഒരു എക്സ്ട്രീമിൽ നിൽക്കൂല, അതിൻ്റെ മിഡിലിൽ നിൽക്കുന്ന മതമാണ്. അത് പഠിപ്പിക്കുന്നതാണ് 27-ാമത്തെ ആയത്തിൽ
പിന്നെ ക്രിസ്തു മത എന്ന് വെച്ചാൽ ഈസാ നബിന്റെ അനുയായികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അള്ളാഹ് പറയുന്നത് എന്താണ്? വറഹ്ബാനിയത്തൻ, പിന്നെ അവരെന്ത് ചെയ്തു? അവർ സന്യാസം എന്ത് ചെയ്തു? സ്വയം തിരഞ്ഞെടുത്തതാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്ലാം എന്ന് പറയുന്നത് പിന്നെ എന്താണ്? മിതത്വമുള്ള വസത്തിയത്തുള്ള മതമാണ് എന്ന് പഠിപ്പിക്കുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ വിഷയം. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ചത് ഖുർആന്റെ ഭാഷയാണ് എന്ന് വെച്ചാൽ ഈ സൂറത്തിന്റെ. രണ്ടാമത് ജീവിതത്തെക്കുറിച്ച് ഈ ഖുർആൻ നൽകുന്ന ഈ ആയത്ത് സൂറത്ത് നൽകുന്ന പാഠങ്ങളാണ്. അവസാനത്തെ വിഷയം നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട, വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവങ്ങളാണ്. അതിൽ ഈ സൂറത്തിൽ 21 സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. 21 സ്വഭാവം. യഥാർത്ഥത്തിൽ സൂറ ഹദീദ് ഒരു മുസ്ലിം വായിച്ചാൽ അത് തന്നെ ഒരു കൊല്ലത്തേക്ക് വായിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ മാത്രം സാധനങ്ങൾ ഇതിലുണ്ട്. 21 സ്വഭാവങ്ങൾ ഈ ഇതിൽ പഠിക്കുന്നുണ്ട്. അത് നമ്മൾ പല പല കാറ്റഗറി ആയിട്ട് പഠിച്ചാൽ ആദ്യത്തെ സ്വഭാവം പഠിപ്പിക്കുന്നത് തസ്ബീഹാണ്. അതാണ് സബ്ബഹലില്ലാഹി. തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു പരിപൂർണനാണ് എന്ന് സമ്മതിക്കുകയും അവനനുസരിച്ച് ജീവിക്കുന്ന നിലപാടെടുക്കലാണ് എന്ത്? സുബ്ഹാനല്ലാഹ് എന്ന് നമ്മൾ വാക്കുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഒന്നാമത് അള്ളാഹു നമുക്ക് ഉണ്ടാവണം എന്ന് പഠിപ്പിക്കുന്നത് തസ്ബീഹാണ്. രണ്ടാമത് ഒരാൾ എങ്ങനെയാണ് വിശ്വാസി ആകേണ്ടത് എന്നതിന് 3 സ്വഭാവങ്ങൾ പഠിപ്പിക്കുന്നു. അതിലൊന്ന് ആദ്യം ഉണ്ടാവേണ്ടത് എന്താണ്? അറിവാണ്. ആദ്യം ഉണ്ടാവേണ്ടത് അറിവാണ്. രണ്ടാമത് ആ അറിവിൽ ഊന്നിക്കൊണ്ട് ഈമാൻ ഉണ്ടാവണം. എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈമാൻ ഉണ്ടാവില്ല. ആദ്യം തന്നെ എന്ത് ചെയ്യണം? അറിവുണ്ടാവണം. അള്ളാഹിനെ കുറിച്ച് അന്വേഷിക്കണം, ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിക്കണം. അതിനുശേഷം നമുക്ക് ഉണ്ടാവുന്ന രണ്ടാമത്തെ സ്വഭാവം എന്താണ്? ഈമാനാണ്. ഈമാൻ മാത്രം ഉണ്ടായാൽ പോരാ, പിന്നെന്തുണ്ടാവണം? അമലു സാലിഹാത്ത് ഉണ്ടാവണം. അപ്പൊ ഒരാൾ മുസ്ലിം ആകുന്നതിന്റെ സ്റ്റെപ്പുകൾ പഠിപ്പിക്കാൻ 3 സ്വഭാവങ്ങളാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത്. എന്താണ്? നിരന്തരം നമുക്ക് അറിവുണ്ടാവണം. അറിവുണ്ടായ പോരാ, ആ അറിവിനെ ബേസ് ചെയ്തുകൊണ്ട് ഈമാൻ ഉണ്ടാകണം. ഈമാൻ ഉണ്ടായ പോരാ, ഈമാനെ ബേസ് ചെയ്തിട്ടുണ്ടാകണം അമലു സാലിഹാത്ത് ഉണ്ടാക്കണം. ഇതാണ് രണ്ടാമത് കാറ്റഗറി ഓഫ് സ്വഭാവം. മൂന്നാമത് ഈ ഉണ്ടായ ഈമാനെ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി, ഈ ഉണ്ടായ ഈമാനെ നിലനിർത്താൻ വേണ്ടി നമുക്ക് ഉണ്ടാവേണ്ടുന്ന സ്വഭാവമാണ് പിന്നെ ഈ സൂറത്ത് പഠിപ്പിക്കുന്നത്. അതിലൊന്നെന്താണ്? അള്ളാഹുവുമായിട്ടുള്ള മീസാക്ക് പാലിക്കുക, അള്ളാഹുവുമായിട്ടുള്ള പ്രതിജ്ഞ പാലിക്കുക. രണ്ടാമത് ഖുശൂ ഉണ്ടാകുക. ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചാണ് എന്താണ്? അള്ളാഹിനെ കുറിച്ച് ആലോചിക്കുമ്പം നമ്മുടെ മനസ്സും ഹൃദയവും വിനയം ഉണ്ടാകുക. ഇത് ആദ്യം ഉണ്ടായ ഈമാനെ നിലനിർത്താൻ നമുക്ക് ഉണ്ടാവേണ്ടുന്ന സ്വഭാവമാണ്. മൂന്നാമത് അള്ളാഹു പഠിപ്പിക്കുന്ന സ്വഭാവം ദിക്റാണ്. ദിക്ർ, നിരന്തരം ദിക്ർ ഉണ്ടാകുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ആദ്യം ഉണ്ടായ ഈമാനെ നമുക്ക് നിലനിർത്താൻ കഴിയുകയുള്ളൂ. നാലാമത് അള്ളാഹു ആ ഒരു ഗണത്തിൽ പഠിപ്പിക്കുന്ന സ്വഭാവം ഖസത്ത് കുലൂബ് ഉണ്ടാകരുത് എന്നാണ്. ഖസത്ത് കുലൂബ് എന്ന് പറഞ്ഞാൽ ഹൃദയം കട്ടിയായി പോകരുത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടായ ഈമാന്റെ പ്രായോഗിക വശം പഠിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈമാൻ ഉണ്ടായി, ആ ഈമാൻ നിലനിർത്താനുള്ള സ്വഭാവം പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ ഈമാന്റെ പ്രാക്ടിക്കൽ വശം പഠിപ്പിക്കുന്ന സ്വഭാവങ്ങളാണ്. അതില് 5 സ്വഭാവങ്ങളാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അതിലൊന്ന് സിദ്ഖാണ്. സിദ്ഖ് എന്താണ്? സിദ്ഖ് എന്ന് പറഞ്ഞാൽ പറയുന്നതും വിശ്വസിക്കുന്നതും ചെയ്യുന്നതൊക്കെ ഒന്നാവലാണ് സിദ്ഖ്. ഒരേ ആവലാണ് സിദ്ഖ്, സത്യസന്ധത എന്ന് നമ്മൾ പറയുന്നത്. ഉള്ളിലെ ഈമാന് പോലെ തന്നെ ആയിരിക്കണം എന്ത്? വാക്കും പ്രവൃത്തിയും. രണ്ടാമത് അതിൽ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഷഹാദത്ത്. ഷഹാദത്ത് എന്താണ്? ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളിലെ ഈമാന് പ്രവർത്തനം കൊണ്ട് സാക്ഷ്യം വഹിക്കലാണ് എന്ത്? ഷഹാദത്ത്. അപ്പൊ പ്രായോഗിക വശമാണ്. മൂന്നാമത് പിശുക്കില്ലാതിരിക്കുക എന്നുള്ളത് ഈ സൂറത്തിന്റെ ഒരു പാഠമാണ്. അതെന്താണ്? ഈമാന്റെ പ്രായോഗിക വശമാണ്. നാലാമത് ഖിസ്ത് ഉണ്ടാകുക, നീതി ഉണ്ടാകുക എന്നുള്ളതാണ്. ഈമാൻ ഉണ്ടാകുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകണം? നീതി ഉണ്ടാകണം എന്ന് പഠിപ്പിക്കുന്നു. അഞ്ചാമത് അള്ളാഹു പഠിപ്പിക്കുന്നത് ഹദീദ് പറഞ്ഞുകൊണ്ട് അനീതിക്കെതിരെ ശക്തമായി പ്രതികരിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ഇരുമ്പിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ ഒരു കാറ്റഗറി ഓഫ് സ്വഭാവം. നാലാമത് അള്ളാഹ് പഠിപ്പിക്കുന്നത് നമുക്കുണ്ടായ ഈമാനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും, എങ്ങനെ സംരക്ഷിക്കും എന്നതിന് അള്ളാഹ് പഠിപ്പിക്കുന്ന സ്വഭാവം തഖ്വയാണ്. തഖ്വ എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കലാണ്. എന്തിനാണ് പ്രതിരോധിക്കേണ്ടത്? നമ്മുടെ ഉള്ളിലുള്ള ഈമാനെതിരെ വരുന്ന എല്ലാതരം പ്രലോഭനങ്ങളെയും പ്രതിരോധിക്കുന്ന സ്വഭാവമാണ് തഖ്വ. അപ്പൊ അവിടെ തഖ്വ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമുക്കുള്ള ഈമാൻ ശരിയായ ഈമാനാണ് എന്നത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് പഠിപ്പിക്കുന്ന സ്വഭാവമാണ് ഈ സൂറത്തിൽ വസത്തിയത്ത്. വസത്തിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മിഡിലുണ്ടാവുക, എക്സ്ട്രീമിലേക്ക് പോകാതെ മിഡിലുണ്ടാവുക. പിന്നെ പഠിപ്പിക്കുന്ന ഒരു ഗണം, കാറ്റഗറി ഓഫ് സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾക്ക് ഉണ്ടാകുന്ന ഈമാൻ
നമ്മൾ പൂർണ്ണമായും അത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് പഠിപ്പിക്കുന്ന സ്വഭാവങ്ങളാണ് കാത്തിരിക്കാതിരിക്കുക എന്നുള്ളത്. നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാതിരിക്കുക, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. അതുകൊണ്ടാണ് ഈ സൂറത്തിൽ മക്കം ഫതഹിന് മുന്നേ പ്രവർത്തിച്ചവരുടെ പ്രതിഫലം എന്തായിരിക്കില്ല, മക്കം ഫതഹിന് ശേഷം പ്രതിഫലം ഇതാക്കുന്നത് ഒരുപോലെ ആയിരിക്കില്ല എന്ന് പഠിപ്പിക്കുന്നത് അവിടെ നിന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ സാബിക്കു എന്ന് ഈ സൂറത്ത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, മത്സരിച്ച് മുന്നേറുക. ഇതൊക്കെ ഈമാനിനെ ഫുൾ പൊട്ടൻഷ്യലിൽ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആയത്തുകളാണ്. അതേപോലെ തന്നെ സംശയമില്ലാതിരിക്കുക, വർത്തബ്തും, നിങ്ങൾക്ക് എന്ത് ചെയ്യാതിരിക്കുക, അള്ളാന്റെ കാര്യത്തിൽ സംശയമില്ലാതിരിക്കുക, പൂർണ്ണമായും സമർപ്പിക്കുക എന്നുള്ളത്. പിന്നെ അള്ളാഹു പഠിപ്പിക്കുന്ന സ്വഭാവം, നമുക്കുള്ള ഈമാന് കൊണ്ട് നമ്മൾ നടക്കുമ്പം വരാൻ സാധ്യതയുള്ള കുഴികളെ കുറിച്ച് അള്ളാഹ് പഠിപ്പിക്കുകയാണ്. അതിലുണ്ടാവുന്ന സ്വഭാവമാണ് ഇഹലോകം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വഞ്ചിതരാകാതിരിക്കുക. ഉറൂർ, ഇഹലോകം കൊണ്ട് വഞ്ചിതരാകാതിരിക്കുക എന്നുള്ളതും, അങ്ങേയറ്റത്തെ സന്തോഷമോ അങ്ങേയറ്റത്തെ ദുഃഖമോ ഇല്ലാതിരിക്കുക എന്ന് പഠിപ്പിക്കുന്നത് എന്താണ്, നമ്മൾ ഈമാനും കൊണ്ട് നമ്മൾ ജീവിക്കുമ്പം അതിൽ വീണു പോകാൻ സാധ്യതയുള്ള പിറ്റ്ഫോൾസിനെ കുറിച്ച് ഈ സൂറത്ത് പഠിപ്പിക്കുന്നത് അതാണ്. എന്ന് പറഞ്ഞാൽ സൂറ ഹദീദ്, ഖുർആനിലെ ഒരു സൂറത്ത് നമ്മൾ എടുത്തിട്ട് ആ സൂറത്ത് ഒരു സാമ്പിളായി വെച്ചിട്ട് നമ്മളത് അള്ളാഹിൻ്റെ ഭാഷ, ഖുർആൻ്റെ സമഗ്രത, വിഷയങ്ങളുടെ കണക്ഷൻ, ഇതൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ വളരെ സുന്ദരമായിട്ട് നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു ബഞ്ച് ഓഫ്, നമുക്ക് കുറേ പൂക്കൾ എടുത്തിട്ട് ഒരു ബൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും സുന്ദരമായി ഓരോ പൂവും അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് പോലെ, ഓരോ ഇതളും അതിൻ്റെ ഷേപ്പിൽ നിൽക്കുന്നത് പോലെ എത്ര സുന്ദരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഒരു നിധി പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഖുർആനിലെ ഓരോ സൂറത്തും എടുക്കാം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സൂറ ഹദീദ്. അതിലില്ലാത്ത ഒന്നുമില്ല എന്ന് നമുക്ക് അതിങ്ങനെ വായിക്കുമ്പോൾ ഇതാക്കും. എല്ലാ സ്വഭാവങ്ങളുണ്ട്, ജീവിതത്തെക്കുറിച്ചുള്ള പാഠങ്ങളുണ്ട്, അള്ളാൻ്റെ അറിവുകളുണ്ട്, ചോദ്യങ്ങളുണ്ട്, പ്രകൃതിയുണ്ട്, പ്രപഞ്ചമുണ്ട്, വൈകാരികതയുണ്ട്, വിചാരമുണ്ട്, ജീവിതം, പരലോകം എല്ലാം ഇണങ്ങിയിട്ടുള്ള ഒരു ആശയം, ഒരു സമഗ്രത എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആ സൂറത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ അവനെ അറിയാനും അവൻ്റെ സൂറത്തുകളിലൂടെ, അവൻ്റെ ആയത്തുകളിലൂടെ അവന് കൂടുതൽ അറിയാനുള്ള ഒരു ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.